ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓർ സ്ട്രിങ്സ് എന്നുള്ളതാണ് പഠിക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് ഇൻപുട്ട് ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ് ഇൻപുട്ട് ഓപ്പറേഷൻ? സ്ട്രിങ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്ത ഗെറ്റ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഗെറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. നമുക്ക് ആ എക്സാമ്പിൾ ഒന്നും കൂടെ കാണാം. നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അറേയുടെ സൈസ് 20, അറേയുടെ പേര് നെയിം, ഒരു ക്യാരക്ടർ അറേയാണ്. എൻ്റർ യുവർ നെയിം. നമുക്കൊരു പേര് നമ്മളോട് സ്ക്രീനിൽ മെസ്സേജ് വരും, എൻ്റർ യുവർ നെയിം. നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, അത് നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് സീൻ വെച്ച് എടുക്കുന്നു. എന്നിട്ട് എന്താണോ ഈ അറേയിലുള്ളത് അത് സി ഔട്ടിൻ്റെ അകത്ത് ഈ നെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നോക്കാം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നോക്കാം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എൻ്റർ യുവർ നെയിം എന്നുള്ളത് മായ മോഹൻ, മായ സ്പേസ് മോഹൻ എന്നാണ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് മായ സ്പേസ് മോഹൻ എന്നാണ്. പക്ഷേ നമ്മൾ എൻ്റർ കീയെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടുന്നത് മായെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് മായ കഴിഞ്ഞ് ആ സ്പേസ് ഞാൻ പ്രസ് ചെയ്തപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേന് അതിനെ ഡീലിമിറ്ററായിട്ടാണ് കണക്കാക്കുന്നത്. ആ സ്ട്രിങ് എൻഡ് ചെയ്തെന്നാണ് കമ്പൈലറിന് മനസ്സിലാകുന്നത്. അവിടെ വെച്ച് ആ പ്രോഗ്രാം ആ സ്ട്രിങ് കൊടുത്തിരിക്കുന്നത് അത്രയും വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിക്കും. ഓക്കെ, നമുക്ക് ഇത് എൻ്റർ അടിക്കുമ്പോൾ ആൻസർ മായ എന്നേ കിട്ടത്തുള്ളൂ. ഇത് എങ്ങനെയാണ് നമുക്ക് ഇതൊരു ഗെറ്റ്സ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. നമുക്കറിയാം സീനിന് പകരം നമ്മൾ ഗെറ്റ്സ് കൊടുക്കും. അതൊരു കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അപ്പം ഫംഗ്ഷൻ നമുക്കറിയാം പാരന്തസിസിനുള്ളിലാണ് കൊടുക്കുന്നത്. അപ്പം ഗെറ്റ്സ് നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഗെറ്റ്സ് ഫംഗ്ഷൻ പറഞ്ഞു അത് നമുക്ക് ഒരു വൈറ്റ് സ്പേസോട് കൂടിയ ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനാന്ന് പറഞ്ഞു. കീബോർഡിൽ കൂടി അക്സെപ്റ്റ് ചെയ്യിക്കാനാന്ന് പറഞ്ഞു. അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യാനാണ്. പക്ഷേ ഇവിടെ നമുക്കിത് കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എറർ വരും. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എന്തുകൊണ്ടാണെന്നറിയാം, ഗെറ്റ്സ് എന്നുള്ളത് നമുക്കറിയാം IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിലില്ല. ഗെറ്റ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു ഹെഡർ ഫയലുള്ള ഹെഡർ ഫയലിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? include cstd io എന്നാണ്. cstd io. ഇനി ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് വർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് മുമ്പേ കൊടുത്തിരിക്കുന്ന പേര് തന്നെ നമുക്കൊന്ന് കൊടുക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പേര് തന്നെ മായ സ്പേസ് മോഹൻ എന്ന് കൊടുത്തു. നമുക്ക് ആൻസർ മായ മോഹൻ എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്. നമ്മൾ ഇന്നലെ ഗെറ്റ്സ് പഠിച്ചു. ഗെറ്റ്സ് പോലെ തന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട് C++ൽ. സി ഔട്ടിന് പകരം നമുക്ക് സീനിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്തത്. സി ഇന്ന് അതിന് പകരം നമ്മൾ യൂസ് ചെയ്തത് ഏതാ? ഗെറ്റ്സാണ് യൂസ് ചെയ്തല്ലേ. ഇനി നോക്കുക, സി ഔട്ടിന് പകരം ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് പുട്സ് എന്നാണ്. പുട്സ്, PUTS, പുട്സ് ഫംഗ്ഷനാണ്. സോ പാരന്തസിസ്. നമുക്ക് സീനിന് പകരം ഗെറ്റ്സ്, പകരമല്ല, അതിന് വ്യത്യാസമുണ്ട്. എന്താണെന്ന് നമ്മൾ കണ്ടു. സി ഔട്ടിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പുട്സ് ആണ്. നമുക്കൊരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നോക്കുക, ഒരു ക്യാരക്ടർ അറേയുടെ പേര് നെയിം എന്നാണ്. അതിൻ്റെ അകത്ത് ശ്യാമെന്ന് ഞാൻ പ്രിൻ്റ് ചെയ്തു. ഞാൻ ഇനി അത് പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാണ്. പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സി ഔട്ടാണ് അല്ലേ. ഞാനവിടെ സി ഔട്ടിൻ്റെ അകത്ത് ഹലോ എന്നെഴുതി. ഓക്കെ, അടുത്ത സി ഔട്ടിൻ്റെ അകത്ത് നെയിം എന്നെഴുതി. എന്തായിരിക്കും ഔട്ട്പുട്ട്? ഗസ് ചെയ്യാമോ? എന്തായിരിക്കും ഔട്ട്പുട്ട്? അതായത് സി ഔട്ടിൻ്റെ അകത്ത് ഹലോ എന്നുള്ളതുകൊണ്ട് ഈ ഡബിൾ കോഡ്സിലായതുകൊണ്ട് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. അടുത്ത ലൈനിൽ നോക്കുക, സി ഔട്ട് നെയിം. ഈ നെയിമിൻ്റെ അകത്തെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. നെയിമിൻ്റെ അകത്തെ വാല്യൂ എന്താണ്? ശ്യാമെന്ന് പ്രിൻ്റ് ചെയ്യും. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ഔട്ട്പുട്ട് ഹലോ ശ്യാമെന്നാണ്. പക്ഷെങ്കിൽ ഹലോ ശ്യാമെന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കുക. എങ്ങനെയാണെന്ന് നോക്കുക. ഹലോ ശ്യാം എന്നുള്ളത് ഒറ്റ ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ കോഡ് എഴുതിയേക്കുന്ന ഒരു ലൈനിൽ സി ഔട്ട് ഹലോ, അടുത്ത ലൈനിലാണ് സി ഔട്ട് നെയിം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലൈനിൽ ഹലോയും അടുത്ത ലൈനിൽ ശ്യാമെന്നും പ്രിൻ്റ് ചെയ്യാനാണ്. പക്ഷെ ആൻസർ വന്ന കണ്ടോ, ഹലോ ശ്യാമെന്ന് ഒറ്റ ലൈനിലാണ്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അടുത്ത ലൈനിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ന്യൂ ലൈൻ അല്ലെങ്കിൽ എൻ ലൈൻ യൂസ് ചെയ്യണം, അല്ലെ ENDL അല്ലെങ്കിൽ /n യൂസ് ചെയ്യണം. ഇവിടെ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ സി ഔട്ടിൻ്റെ അകത്ത് എന്തെല്ലാം കൊടുത്താലും അത് ഒറ്റ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്യും. നമ്മളിപ്പം പറഞ്ഞത് എന്താണ്? സി ഔട്ടിന് തുല്യമായിട്ട് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
അല്ലേ? സി ഔട്ടിന് തുല്യമായിട്ട്. അതിൻ്റെ പേരെന്താ ഓർക്കുന്നുണ്ടോ? പുട്സ് എന്ന. അപ്പം നമുക്ക് ഈ സി ഔട്ടിന് പകരം നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പുട്സ് എന്ന് യൂസ് ചെയ്യാം. ആണോ? ശരിയാണോ? പുട്സ് എന്ന് യൂസ് ചെയ്യാം. നമുക്കറിയാം ഫംഗ്ഷൻ ആയതുകൊണ്ട് പാരന്തസിസിനുള്ളിലായിരിക്കണം ആ വാല്യൂ. പുട്സ് പാരന്തസിസിനുള്ളിൽ ഹലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? സി ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ പുട്സിൻ്റെ അകത്ത് കഴിഞ്ഞുള്ള പാരന്തസിസിൽ എന്തുണ്ടോ, ബ്രാക്കറ്റിൽ എന്തുണ്ടോ ആ വാല്യൂ പ്രിന്റ് ചെയ്യും. ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഈ നെയിം ശ്യാമെന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സി ഔട്ട് വേണ്ട, അതിന് പകരം എന്താണ്? നമുക്കറിയാം പുട്സ് എന്നാവും വേണ്ടി, അല്ലേ? പുട്സ് എന്ന് കൊടുത്തു. നമുക്കറിയാം നെയിം എന്ന് കൊടുത്തു. ഞാൻ എൻ ലൈൻ എന്നുള്ളത് ഞാൻ കളയുകയാണ്. ഇതെന്താ ചെയ്യുന്നത് നോക്കിക്കേ. പുട്സ് ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത ലൈനിൽ പുട്സ് നെയിം, അതിൻ്റെ അകത്ത് നെയിമിൻ്റെ അകത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും, ശ്യാമെന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ കണ്ടതും ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കേ, ഹലോ ശ്യാമെന്ന് 2 ലൈനിലാണ് പ്രിന്റ് ചെയ്ത്. സി ഔട്ടിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ? സി ഔട്ടും പുട്സും തമ്മിൽ. സി ഔട്ടിൻ്റെ അകത്ത് നമ്മൾ ന്യൂ ലൈൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ സി ഔട്ടിൻ്റെ അകത്ത് എന്തെല്ലാം ഓരോ ലൈനിൽ പോയി ടൈപ്പ് ചെയ്താലും ആ ആൻസർ ഒറ്റ ലൈനിൽ വരും. പുട്സ് അങ്ങനെയല്ല. പുട്സിൻ്റെ അകത്തെ ഓരോ ഔട്ട്പുട്ടും അടുത്തടുത്ത ലൈനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹലോ, അടുത്ത ലൈനിൽ. ഇപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് വേണേൽ ഒരു സംശയം തോന്നാം. ഇവിടെ ഈ IO സ്ട്രീം ഇല്ലെങ്കിൽ എന്ത് പറ്റും? വർക്ക് ചെയ്യുമോ ഇല്ലയോ? ഗസ് ചെയ്യാമോ? നമ്മളിവിടെ IO സ്ട്രീം കൊടുത്തിട്ടില്ല. ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ? നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇത് വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമുക്കറിയാം IO സ്ട്രീം നമ്മൾ കൊടുത്തത് സീനും സി ഔട്ടും വരുമ്പോഴാണ് നമ്മളവിടെ കൊടുത്തത്. സീനും സി ഔട്ടിന് വേണ്ടി മാത്രമല്ല, പക്ഷെ സീനും സി ഔട്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് സീനും സി ഔട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലില്ല. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നോക്കുക, സീനും സി ഔട്ടും ഇല്ല. അതിന് പകരം പുട്സ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കേ, പുട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പുട്സിന് വേണ്ടിയ ഹെഡർ ഫയൽ ഈ പറഞ്ഞു കൊടുത്താൽ മതി, CSTDIO. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് പുട്സ് ഫംഗ്ഷൻ നോക്കാം. നമ്മൾ ഗെറ്റ്സ് ഫംഗ്ഷൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് പുട്സ് ഫംഗ്ഷൻ? അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി കാണും. പുട്സ് എന്ന് പറയുന്നത് ഒരു കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്സ് എന്താന്ന് നോക്കാം. പുട്സ് ഈസ് എ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ used to display a string on the standard output device. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? മോണിറ്റർ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് പുട്സ് പാരന്തസിസിനുള്ളിൽ എന്താണോ നമുക്ക് വരേണ്ടിയ ഡേറ്റ ആ സ്ട്രിങ് ഡേറ്റ ആയിരിക്കും, സെമിക്കോൾ. അപ്പോൾ പുട്സും ഗെറ്റ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഗെറ്റ്സ് എന്തായിരുന്നു? ഇത് വെച്ച് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ? ഗെറ്റ്സ് ഈസ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ടു അക്സെപ്റ്റ് എ സ്ട്രിങ് ഫ്രം കീബോർഡ് ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ എ ക്യാരക്ടർ അറേ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പുട്സ് എന്ന് പറയുന്ന ഒരു കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. അക്സെപ്റ്റ് ചെയ്യുമല്ല, ഇത് ഡിസ്പ്ലേ ചെയ്യുക ഒരു സ്ട്രിങ്ങിനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററാണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് പുട്സ് സ്ട്രിങ് ഡേറ്റ എന്ന്. നമ്മൾ ഈ എക്സാമ്പിൾ കണ്ടു നോക്കുക. ഒരു ക്യാരക്ടർ അറേ, അറേയുടെ പേര് STR എന്നാണ്. അതിൻ്റെ അകത്ത് 10 സൈസ് 10 ആണ്. അതിൻ്റെ അകത്ത് ഫ്രണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രിങ്. പുട്സ് ഹലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുട്സ് എന്ന് പറഞ്ഞാൽ സി ഔട്ടിന് തുല്യം അല്ലേ? അപ്പം സി ഔട്ടിന് തുല്യമായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് പുട്സ് ഹലോ എന്ന് പറഞ്ഞാൽ പുട്സിൻ്റെ അകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യും. ഡബിൾ കോട്സിൻ്റെ അകത്ത് ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം. അടുത്ത ലൈനിൽ ഞാൻ പുട്സ് STR എന്ന് എഴുതി. STRൻ്റെ അകത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും. STRൻ്റെ അകത്തെ വാല്യൂ എന്താണ്? ഫ്രണ്ട്സ്. പുട്സ് ആയതുകൊണ്ട് എന്താണ്, നമ്മൾ ന്യൂ ലൈൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും പുട്സ് ഓരോ ലൈനിൽ എഴുതുമ്പോൾ ഓരോരോ ലൈനിൽ മാറിയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം ഒരു ലൈനിൽ ഹലോ എന്നും അടുത്ത ലൈനിൽ STRൻ്റെ അകത്തെ വാല്യൂ അതേതാണ്? ഫ്രണ്ട്സ്. നോക്കുക, ഹലോ ഫ്രണ്ട്സ് എന്ന് വന്നു. ഇവിടെ പുട്സിന് പകരം സി ഔട്ട് ആയിരുന്നെങ്കിലോ ഒറ്റ ലൈനിൽ ഹലോ ഫ്രണ്ട്സ് എന്ന് വന്നേനെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ രണ്ടിൻ്റെ ഡിഫറൻസ്, അതായത് ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് ഓപ്പറേഷൻ കണ്ടതാണ്. ഇൻപുട്ട് ഓപ്പറേഷൻ്റെ അകത്ത് നമുക്കത് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണ്. എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സ്ട്രിങ്സിൻ്റെ അകത്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയിരിക്കും. അപ്പം ഇൻപുട്ട് / ഔട്ട്പുട്ട് ഓപ്പറേഷൻ സ്ട്രിങ്സിൻ്റെ ആണ്.
ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. നമുക്കറിയാം ഇൻപുട്ട് ഓപ്പറേഷൻ, നമുക്കിവിടെ ഇൻപുട്ടിൻ്റെ എഴുതാം. ഇൻപുട്ട് ഓപ്പറേഷൻ ഏതാ ഓർക്കുന്നുണ്ടോ? ഇൻപുട്ട് ഓപ്പറേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ഗെറ്റ്സ് ആണ്. ഗെറ്റ്സ്, GETS ഫംഗ്ഷനാണ്. ഔട്ട്പുട്ടിന് എന്താണ് യൂസ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്ന പുട്സ് ആണ്. പുട്സ് ഓപ്പറേഷൻ. ഇതിൻ്റെ ഹെഡർ ഫയൽ ഏതാണ്? രണ്ടിൻ്റെ ഹെഡർ ഫയൽ സെയിം. ഏതാണ്? CSTDIO. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? ഹാഷ് ഇൻക്ലൂഡ് എങ്ങനെയായിരിക്കും? CSTDIO. ഓക്കെ, ഇനി നോക്കുക. ഗെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇറ്റ്സ് എ കൺസോൾ. ഓർക്കുന്നുണ്ടോ? ഇൻപുട്ട് ഫംഗ്ഷൻ. കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ. ഔട്ട്പുട്ടോ കൺസോൾ. പുട്സ് എന്നുള്ളത് കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഇതെന്താ ചെയ്യുന്നത്? ഈ ഗെറ്റ്സ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ടു അക്സെപ്റ്റ് എ സ്ട്രിങ്. അക്സെപ്റ്റ് എ സ്ട്രിങ്. എവിടെ നിന്നാ? അക്സെപ്റ്റ് എ സ്ട്രിങ് ഫ്രം കീബോർഡ് അല്ലേ? ഈ പുട്സ് എന്നുള്ളതോ ഇറ്റ് ഡിസ്പ്ലേസ് എ സ്ട്രിങ്. എവിടെ? എ സ്ട്രിങ് ഓൺ. ഓർക്കുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? മോണിറ്റർ. ഓക്കെ, അപ്പം ഈ ഗെറ്റ്സും പുട്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുക. നമുക്ക് ഒരു ഡിഫറൻസും കൂടെ നമുക്കറിയാം. ഒരു ഡിഫറൻസ് എന്താണ്? നമ്മൾ ഇതിൻ്റെ സിൻറ്റാക്സ് എഴുതാൻ പോവാണ്. ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് എഴുതാൻ പോവാണ്. എന്താണ് ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് എന്ന് നോക്കിക്കേ. ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് നോക്കുക. ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് എഴുതാൻ പോവാണ്. ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് ഗെറ്റ്സ് ബ്രാക്കറ്റിൽ. ഓർക്കുന്നുണ്ടോ? ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ഗെറ്റ്സ് ക്യാരക്ടർ അറേ നെയിം. നോക്കുക, അങ്ങനെയാണോ നമ്മൾ നോക്കിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഗെറ്റ്സിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കിയേ. ഗെറ്റ്സ് കഴിഞ്ഞ് ആ ബ്രാക്കറ്റിൽ അതിൻ്റെ സിൻറ്റാക്സ് ചോദിക്കും. ഗെറ്റ്സ് ക്യാരക്ടർ അറേ നെയിം എന്നാണ്. ഗെറ്റ്സ് ക്യാരക്ടർ അറേ നെയിം. ഈ അണ്ടർസ്കോർ യൂസ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്താം. പുട്സിൻ്റെ ഓർക്കുന്നുണ്ടോ? പുട്സിൻ്റെ സിൻറ്റാക്സ് പുട്സ്. നോക്കുക ബ്രാക്കറ്റിൽ പുട്സിൻ്റെ സിൻറ്റാക്സ് ഒന്നും കൂടെ നോക്കാം. പുട്സിൻ്റെ സിൻറ്റാക്സ് പുട്സ് എങ്ങോട്ട്? എന്താ പുട്സിൻ്റെ അകത്ത് എന്താ വേണ്ടിയ? സ്ട്രിങ് ഡേറ്റ. നമുക്ക് വേണ്ടിയ സ്ട്രിങ് ആണ്. അപ്പം പുട്സ് സ്ട്രിങ് ഡേറ്റ. ആ സ്ട്രിങ് ഡേറ്റ എന്നുള്ളത് ഒന്നിച്ച് എഴുതാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇട്ട് എഴുതും. സ്ട്രിങ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കണ്ടത് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സ്ട്രിങ്സ് ആണ്. ഇൻപുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഓപ്പറേഷൻ ഏതാണ്? സീനിന് തുല്യം ഏതാണ്? ഗെറ്റ്സ്. തുല്യമല്ലെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. സി ഔട്ട്, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് പുട്സ് ആണ്. പുട്സ് ഓപ്പറേഷൻ. രണ്ടും ഉള്ള ഹെഡർ ഫയലിൻ്റെ പേര് CSTDIO. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.